നരിപ്പറമ്പ് കുറ്റിപ്പുറം റോഡിൽ നാളെ മുതൽ സ്വകാര്യ ബസ്സുകൾ പണിമുടക്കുന്നു. 2 വർഷത്തോളമായി തകർന്നു കിടക്കുന്ന റോഡിലൂടെ ഇനി സർവീസ് തുടരാൻ കഴിയില്ലെന്നാണ് ബസ്സുടമകളും ജീവനക്കാരും പറയുന്നത്. അതേസമയം ഈ റോഡിന് ഫണ്ട് വകയിരുത്തിയിട്ടുണ്ടെന്നും മഴയുള്ളതിനാലാണ് അറ്റകുറ്റപ്പണി വൈകുന്നതെന്നും മഴ മാറിയാൽ ഉടൻ തന്നെ പ്രവർത്തികൾ ആരംഭിക്കുമെന്നും MLA KT ജലീൽ അറിയിച്ചു. റോഡിന്റെ അവസ്ഥ വളരെ മോശം. 1.5 വർഷത്തോളമായി ഈ റോഡ് ഈ രീതിയിൽ പോകുന്നത്. കേരള സംസ്ഥാനത്ത് ഇത്രയും മോശമായ റോഡ് ഇപ്പൊ ഒന്ന് കാണാൻ പറ്റും. കുറ്റിപ്പുറത്തു നിന്നും നരിപ്പറമ്പിലേക്കും നരിപ്പറമ്പിൽ നിന്നും കുറ്റിപ്പുറത്തേക്കും സ്വകാര്യ ബസ്സിൽ സഞ്ചരിച്ചാൽ മാത്രമാണ് ഈ പാതയുടെ ശോചനീയാവസ്ഥ അറിയാൻ കഴിയൂ. 2 വർഷത്തോളമായി റോഡ് തകർന്നു കിടക്കുകയാണ്. ജൽജീവൻ മിഷന് ചാലുകൾ കീറിയതോടെ പല സ്ഥലത്തും ടാറിംഗ് പോലുമില്ല. വലിയ ഗർത്തങ്ങളിൽ ചാടി വേണം മണിക്കൂറുകളെടുത്ത് ലക്ഷ്യസ്ഥാനത്തെത്താൻ. ഞങ്ങൾ കുറെ പ്രാവശ്യം മീറ്റിങ്ങും കാര്യങ്ങളും RT ഓഫീസിൽ പോയിട്ട് അവിടെ മീറ്റിംഗ് നടത്തിയിട്ട് ശരിയാക്കി തരാറിഞ്ഞ്, എന്നിട്ടും അവര് മുന്നോടി ഇത് തന്നിട്ടില്ല. 10 ദിവസം പറയും, അടുത്ത ആഴ്ച പറയും, 1 മാസം പറയും. എത്രയും ഞങ്ങൾ ഓടിക്കൊടുത്തു. ഇനി ഇടയ്ക്ക് ഓടാൻ വയ്യ, ബസ്സുകാർക്ക് ഓടാൻ വയ്യ, മറ്റുള്ള വണ്ടിക്കാർക്കൊന്നും ഓടാൻ വയ്യ. അപ്പൊ അതുകൊണ്ട് ബസ്സുകാർ നിർത്തുക. ഈ റോഡിലൂടെ 6ഉം 7ഉം ചാൽ സർവീസ് നടത്തിയാൽ നീക്കിയിരിപ്പൊന്നും ലഭിക്കാത്ത അവസ്ഥയിലാണ്. ദിവസവും ബസ് അറ്റകുറ്റപ്പണിക്കായി വർക്ക്ഷോപ്പിൽ കയറ്റേണ്ട അവസ്ഥയാണുള്ളത്. പലതവണ അധികൃതർക്ക് മുന്നിൽ തങ്ങളുടെ ദുരവസ്ഥ അവതരിപ്പിച്ചിട്ടും പരിഹാരമില്ലാത്തതിനാലാണ് നാളെ മുതൽ സർവീസ് നിർത്താൻ തീരുമാനമെടുത്തത്. സ്കൂളുകളും കോളേജുകളും സർക്കാർ സ്ഥാപനങ്ങളും ഏറെയുള്ള മേഖലയിൽ പൊതുജനം ഏറെ ആശ്രയിക്കുന്നത് സ്വകാര്യ ബസ്സുകളെയാണ്. ഇതുവഴിയുള്ള യാത്ര ഏറെ ദുഷ്കരമെന്ന് തന്നെയാണ് ജനങ്ങളുടെ അഭിപ്രായം. പലവട്ടം പ്രൈവറ്റ് ബസ്സുകൾ സമരത്തിൽ ഏർപ്പെട്ടുള്ള ഒരു പരിഹാരം ഉണ്ടായില്ല. എന്നാൽ ഈ റോഡിന് ഫണ്ട് വകയിരുത്തിയിട്ടുണ്ടെന്നും മഴയുള്ളതിനാലാണ് അറ്റകുറ്റപ്പണി വൈകുന്നതെന്നും മഴ മാറിയാൽ ഉടൻ പ്രവൃത്തികൾ ആരംഭിക്കുമെന്നും MLA KT ജലീൽ അറിയിച്ചു. NCV ന്യൂസ് പൊന്നാനി.